ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തനി നാടൻ ചില്ലിയാണ് കേട്ടോ. സോസിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ അധിക ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് വളരെ നല്ലൊരു രുചിയിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ചില്ലിയാണ്, നാടനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ചിക്കനും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ബോൺലെസ്സും ഉണ്ട്, ബോണും ഉണ്ട് കേട്ടോ. എല്ലാ പീസസും മിക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ശ്രദ്ധിക്കണം, ഇത്തിരി മാത്രം മതി കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പീസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ്. എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നും കൂടി പറയാൻ കാരണം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസസൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ ഇവിടെ നിന്ന്. അപ്പോഴേക്ക് ഇതേ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കുറച്ചൊരു 2-3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പച്ചമുളക് നിങ്ങൾക്ക് അധികം എടുക്കാം. ഞാൻ 5 നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അങ്ങ് നൈസായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മാത്രം മതി. ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പുറത്തുനിന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാം മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ചിക്കനൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഗ്രൈൻഡ് ചെയ്തിട്ടില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുക. ഇത് ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചിക്കനിൽ എണ്ണ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ നോക്കി നോക്കിയാൽ നിങ്ങൾ പാനിൽ കറക്റ്റ് എണ്ണയാണ് കേട്ടോ, അധികമൊന്നുമില്ല. നമുക്കിതിൽ ഉള്ളി ചേർത്തിട്ട് വഴറ്റാനുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഒരു ഇത്തിരി എണ്ണ മാത്രം മതി കേട്ടോ. അപ്പോൾ അധികമൊന്നും വേണ്ട. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പറയുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 4 വലിയ ഉള്ളിയാണ്. അപ്പോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇളക്കുക. ഉള്ളി ചേർത്ത് വഴറ്റാൻ തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിക്കോളൂ കേട്ടോ. അപ്പം ഉള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഉള്ളി ഏകദേശം വഴഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ് മതി കേട്ടോ. നമ്മുടെ ചിക്കൻ ചില്ലിൻ്റെ ആ ഒരു ടൈപ്പിലേക്ക് തന്നെ മതി. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്, മീഡിയം സൈസുമാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അതും ചേർത്തിട്ട് നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കുക. ഈ തക്കാളി നമ്മുടെ ചിക്കനിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം, ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വീണ്ടും മാറ്റുക. ശേഷം നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ നാടൻ ചില്ലി സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയിലയില്ല, കറിവേപ്പില മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിലുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് 5 മിനിറ്റും കൂടി ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റിയാണ്, അടാറ് ടേസ്റ്റാണ് കേട്ടോ. അധികം ചിലവൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ഇൻഷാ അല്ലാഹ്.